Good morning. Good morning, Miss. Okay, good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ മാറി, ഗുഡ് മോർണിംഗ്. കുറവുണ്ടല്ലേ മഴയ്ക്ക്? ഓക്കെ, ശരി. അപ്പൊ നല്ല മഴയാണല്ലേ? തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി കൊടുത്തു, ബാക്കിയുള്ള ജില്ലയ്ക്കൊന്നും അവധിയില്ല. പക്ഷെ ഇവിടെ നല്ല മഴയുണ്ട്, എന്താണ് അവധി കൊടുക്കാൻ പറ്റുന്നത്? ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർവ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓവർവ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 2 ചാപ്റ്ററുകളാണ് ഇനി എടുക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു ചാപ്റ്റർ, നമ്മളൊരു ചെറിയൊരു ചാപ്റ്റർ നമ്മൾ 3rd മൊഡ്യൂൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു വലിയ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് അത് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 3rd മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. 3rd മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ അതിന്റെ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യോ? അപ്പൊ എല്ലാവർക്കും എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. 119. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 4th മൊഡ്യൂളിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതും പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതും അതും ഏകദേശം എന്താണ് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. അപ്പൊ ഇത് പഠിച്ചിട്ട് അത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും എനിക്ക് തോന്നുന്നു പഠിക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഓൺലൈൻ ചെയ്യാതെ കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയണേ നമ്മൾ എടുത്ത കോഴ്സ് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആണ് അല്ലെ? ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നിട്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഇപ്പൊ നിങ്ങളുടെ ആവാൻ പോകുന്ന ഒരു റോളാണ് അല്ലെ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്താണ്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ എന്തൊക്കെ നമ്മൾ ഉള്ള സ്കില്ലുകൾ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആദ്യം നമ്മൾ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. അതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്ക്, അഡ്മിനിസ്റ്റർ originated from the Latin word add plus ministrator എന്നാണ് കേട്ടോ. ആഡ് പ്ലസ് മിനിസ്ട്രേറ്റ്. ആദ്യം നിങ്ങൾ പഠിക്കാൻ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്റ്റർ എന്നൊക്കെയുള്ള വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഇസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കേട്ടോ. ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? ആഡ് പ്ലസ് മിനിസ്ട്രയർ എന്നാണ് കേട്ടോ. ആഡ് പ്ലസ് മിനിസ്ട്രയർ. ശരിക്കും ആഡ് എന്ന് പറഞ്ഞാൽ ടു എന്നാണ് അർത്ഥം കേട്ടോ. ടു എന്നുള്ള അർത്ഥമാണ്. മിനിസ്ട്രി എന്ന് പറഞ്ഞാല് ഭരിക്കുക, അതായത് നമ്മൾ പറയുന്നത് ഗവേണൻസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. സോ ആഡ് പ്ലസ് മിനിസ്ട്രയർ. ഇനി എന്താണ് ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്. എന്താണ് മീനിങ്? ടു കെയർ ഫോർ. ടു കെയർ ഫോർ. ടു കെയർ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? പരിചരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു അർത്ഥമാണ് ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ. എന്താണ്? ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ എന്ന് വെച്ചാൽ പരിപാലിക്കുക. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പരിപാലിക്കുക. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ആളുകളെ പരിപാലിക്കുക. അതുമല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടി എന്താ അറിയോ? ടു മാനേജ് അഫയേഴ്സ്. അതാണ് ടു മാനേജ് അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക.
അപ്പൊ 3 അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ടു കെയർ ഫോർ, അല്ലെ, പരിചരിക്കുക. രണ്ടാമത്തെ എന്താണ്? ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ആളുകളെ പരിപാലിക്കുക. മൂന്നാമത്തെ എന്താണ്? ടു മാനേജ് അഫയേഴ്സ്, കാര്യങ്ങള് കൈകാര്യം ചെയ്യുക. ഈ 3 അർത്ഥങ്ങൾ വരുന്ന ആഡ് പ്ലസ് മിനിസ്ട്രേർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേഷന് 2 ഡെഫിനേഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 2 പേരുടെ ഡെഫിനേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇതാര് പുട്ട് ഫോർവേഡ് ചെയ്ത ഡെഫിനേഷൻ ആണെന്നൊക്കെ ചോദിക്കാം. രണ്ടും ഏകദേശം ഒരേപോലെയാണ്, മാറിപ്പോകരുത് കേട്ടോ. ഒന്ന് നമുക്ക് ഹെർബർട്ട് എ സൈമൺ, അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. പിന്നെ ലൂതർ ഗെർലിക് എന്ന് പറയുന്ന ഒരു ആളുടെ ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. അദ്ദേഹം എങ്ങനെയാ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിറവേറ്റുന്നതിനായിട്ട് ഈ ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെയുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നല്ല പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെയുള്ള ആ ഒരു പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആര് മുന്നോട്ട് വെച്ചതാണ്? ഹെർബർട്ട് എ സൈമൺ ആണ്. നമ്മൾ ഇതിനൊരു ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കാം. എന്താ നമ്മൾ പറഞ്ഞത്? പൊതുവായ ലക്ഷ്യങ്ങൾ. നമുക്കറിയാം, ഏതൊരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിലും അവർക്ക് അതിൻ്റെതായ വിഷൻ ആൻഡ് മിഷൻസ് ഉണ്ട്, അല്ലെ, ഗോൾസ് ആൻഡ് എയിംസ് ഉണ്ട്, അവരുടെ ലക്ഷ്യങ്ങളുണ്ട്. ആ കോമൺ ഗോൾസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ടീം ഓഫ് പ്രൊഫഷണൽസ് ഉണ്ട്, അല്ലെ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്, ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട്, അല്ലെ. അങ്ങനെ അവരുടെ ഓരോ ഗ്രൂപ്പുകളാണ്, അല്ലെ, ഗ്രൂപ്പ് ഓഫ് എന്താണ് ആളുകളാണ്. അവരുടെ എന്താണ് സഹകരണത്തോടെയുള്ള അവരെല്ലാവരും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ സാധ്യമാവുന്നത്, അല്ലെ. അത് അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനേഷൻ ക്ലിയർ ആണല്ലോ. അടുത്തത് നമുക്ക് മറ്റൊരാളുടെ ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. അത് വന്നിട്ട് ലൂതർ ഗെർലിക് കേട്ടോ. ലൂതർ ഗെർലിക്കിന്റെ ഡെഫിനേഷൻ എന്താണ് പറയുന്നത്? സെയിം കൺസെപ്റ്റ് തന്നെ, വേറൊരു രീതിയിൽ പറയുന്നത് മാത്രം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. എന്നാണ് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഹാസ് to do getting things done with the fulfillment of objectives already defined. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സുകള്, ലക്ഷ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് ഫുൾഫിൽ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ അർത്ഥം തന്നെയല്ലേ ഹെർബർട്ട് എ സൈമൺ പറഞ്ഞത്? പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ലക്ഷ്യങ്ങളെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് നിറവേറ്റിക്കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരുടെ ഡെഫിനേഷൻ ആണ്? ലൂതർ ഗെർലിക്കിന്റെ ഡെഫിനേഷൻ. അത് രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആര് മുന്നോട്ട് വെച്ചതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ as a business. അണ്ടർലൈൻ ചെയ്യാട്ടോ. അതായത് അതൊരു ഡെഫിനേഷൻ ഒന്നുമല്ല, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. എസ് എ ബിസിനസ്, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭരണത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ശരിക്കും ഇതൊരു ബിസിനസ് പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോഫിറ്റ് ഉണ്ട്, അല്ലെ, ഒരു പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ അത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിന്റെ ഗവേണൻസ്, ഈ ഗവേണൻസ് എന്ന് പറയുന്ന വാക്കിന് ഇവിടെ ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്
വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ സോഴ്സുകളും മാനേജ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണം സാധ്യമാക്കുക. അതാണ് അവിടെ ഗവേണൻസ് എന്ന് പറയുന്നത്. വെറും ഒരു ഭരണമല്ല ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലിന് കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യങ്ങള് കൈവരിക്കാനായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ റിസോഴ്സുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണം സുഗമമാക്കുക, അല്ലെ, ആ ഒരു ഓർഗനൈസേഷൻ ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് അവിടെ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എന്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് who handle individual departments. ഇനി നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹെൽത്ത് കെയർ മാനേജർമാരുണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവുകളുണ്ട്, അല്ലെ. ഹെൽത്ത് കെയർ മാനേജേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട പോളിസികള്, പ്രൊസീജിയറുകളൊക്കെ മുന്നോട്ട് വെക്കുന്നതും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ഹെൽത്ത് കെയർ മാനേജർമാരാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകളാണ്, അല്ലെ. അതിന് കുറേ കൂടെ എന്താ പറയുക, ലീഡിംഗ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് തന്നെ മൊത്തത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകള്, റൂൾസ്, റെഗുലേഷൻസ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവുമാർ. അപ്പൊ അത്തരത്തില് ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ്. അവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് എന്ത്? ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ദേ ആർ ഇൻ ചാർജ് ഓഫ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ. അവരെ സംബന്ധിച്ച് അവര് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട്, അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരും, അല്ലെ. ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെ. ക്ലറിക്കൽ ടാസ്കുകളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് താഴെയുള്ള എല്ലാ സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവരെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെ. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അവർ ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഫംഗ്ഷൻസും അവര് നിർവഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കാം കേട്ടോ, ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കുക. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റിയിൽ പഠിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നിന്ന് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. The duties of the administrator differ with the size and complexity of the hospital. നിങ്ങൾ ചെയ്യാൻ പോകുന്ന റോളാണ് പറഞ്ഞത്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ഡ്യൂട്ടി, കൃത്യമായിട്ട് ഇന്ന ഡ്യൂട്ടി ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ഹോസ്പിറ്റലിന്റെ സൈസിനും ഒരു എന്താ പറയുക ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാതെ അവർക്ക് ഇന്ന ജോലിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റും. ഒരുപാട് സാധ്യതകളുള്ള ഒരു റോളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇറ്റ് ഡിഫർ വിത്ത് ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടികളായിട്ട്, അതേസമയം വലിയ വലിയ ഹോസ്പിറ്റലുകൾ ആകുമ്പോൾ അവിടെ ഒരുപാട് ഫംഗ്ഷൻസുകൾ നടക്കുന്നുണ്ടാവും, അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഒരുപാട് ഡ്യൂട്ടികളും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോക്സ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പോ ഹോസ്പിറ്റൽ ബോർഡ്, ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഹോസ്പിറ്റലിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർമാര്, പിന്നെ മെഡിക്കൽ സ്റ്റാഫുകള്, അങ്ങനെയുള്ളവരുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക. ദേ ഓർഗനൈസ് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസീസ്, അല്ലെ. അവര് ഈ പറയുന്ന പോലെ എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യുന്നു, അതിനാവശ്യമായിട്ട് എല്ലാ പോളിസികളെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഓക്കെ, പിന്നെ നോക്കുക. സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ഇൻ ചാർജ് ഓഫ് ഹയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്, carrying out employee evaluations and directing staff meetings.
അപ്പൊ ചില അഡ്മിനിസ്ട്രേറ്റർമാരെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന ഡോക്ടേഴ്സ്, മറ്റുള്ള ക്ലിനിക്കൽ സ്റ്റാഫുകളെയൊക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൊക്കെ അത്തരം പാനലിലൊക്കെ അംഗമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അവർക്ക് റോളുണ്ട്. അതായത് ഇപ്പൊ പറയുന്ന മെഡിക്കൽ ഡോക്ടർമാര്, ക്ലിനിക്കൽ സ്റ്റാഫുകള്, അവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു ഇന്റർവ്യൂ പാനലിലൊക്കെ അംഗങ്ങളായിട്ട് ആര് വരാറുണ്ട്? അഡ്മിനിസ്ട്രേറ്റർമാര് വരാറുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ ക്യാരിങ് ഔട്ട് എംപ്ലോയി ഇവാലുവേഷൻസ് ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗ്. അതുപോലെ അവിടെയുള്ള എംപ്ലോയീസിന്റെ അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, സ്റ്റാഫ് മീറ്റിങ്ങുകളൊക്കെ ഡയറക്ട് ചെയ്യുക. ഇവിടെയൊക്കെ ആർക്ക് റോള് വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് റോള് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ they will also be accountable for the hospitals public relations and fund raising programs. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസുകളിലൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. Administrators develop programs for teaching and research hospitals. They have to keep up with the latest advances in the medicine. അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറയുമ്പോൾ അവര് ഈ പറയുന്ന ടീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശീലന പരിപാടികള്, അതുപോലെ റിസർച്ച് പ്രോഗ്രാമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ ഇവർക്ക് റോള് വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഉണ്ടാകുന്ന എല്ലാ അപ്ഡേഷൻസിനെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, അല്ലെ? അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം എന്നോണം പുതിയ പുതിയ മാറ്റങ്ങൾ, അഡ്വാൻസ്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ, പുതിയ പുതിയ ഡെവലപ്മെന്റുകളെ പറ്റിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്? ഇവര് ഈ പറയുന്ന ടീച്ചിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് വേണ്ട അവയർനെസ് പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ, റിസർച്ച് ഗവേഷണ പ്രവർത്തനങ്ങളിലൊക്കെ ഇവര് റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പുതുതായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് എന്തുണ്ടായിരിക്കണം? അപ്ഡേഷൻസ് അറിവ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലിന്റെ സൈസിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇന്നതാണ് ഡ്യൂട്ടി എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ പറയാൻ പറ്റില്ല. അത് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ടും അല്ലാതെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ടും മറ്റു മെഡിക്കൽ എല്ലാവരുമായിട്ടും ഒരു കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി നോക്കാം. ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജിംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ഓക്കെ. അതായത് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ സൈസിനും കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ ധാരാളം അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും. അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് പേരുണ്ടായിരിക്കും. അതേസമയം ഇവര് പറയുന്നത് ഇൻ സ്മോളർ ഹോസ്പിറ്റൽസ്, ചെറിയ ഹോസ്പിറ്റലുകളാണെന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ one administrator may be in charge of a number of departments or even of the entire hospital. ഇനി നമ്മൾ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അത്തരം ഹോസ്പിറ്റലിൽ ചിലപ്പോ എന്തായിരിക്കും? ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടായിരിക്കും. ആ ഒരു വ്യക്തിക്കായിരിക്കും ആ ഒരു എൻ്റയർ ഹോസ്പിറ്റൽ ചാർജ് മുഴുവൻ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ. For example, പറയുകയാണ്, the administrator may assess the budgets for these departments and give the final approval to hiring recommendations. അതായത് ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റുകൾ അത് കൃത്യമായിട്ട് അസസ് ചെയ്യുന്നത്, അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റുകൾ അസസ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൈനൽ അപ്രൂവൽ, അല്ലെ? ഫൈനൽ അപ്രൂവൽ ഒക്കെ അവർക്ക് കൊടുക്കുന്നതും ആര് തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആയി പറഞ്ഞത്? നമ്മൾ പഠിച്ച കാര്യം അഡ്മിനിസ്ട്രേറ്റർ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ 2 ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേറൊരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് മാത്രമാണ് തന്നെ കേട്ടോ. ഓക്കെയാണ് ഇത്രയും ഭാഗങ്ങള്? ക്ലിയർ ആണോ? ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഇത്ര എടുത്ത് വെക്കാനും ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാ ഓക്കെ ആണോ എന്നുള്ളത്?
ഓക്കെ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട് കേട്ടോ. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഇലമെന്റ്സ് ആണ്. ആ ഇലമെന്റ്സ് നമ്മളൊരു ചെറിയൊരു കോഡ് വെച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. എന്താണ് കോഡ്? പോസ്റ്റ് കോർപ്പ് എന്നാണ് കേട്ടോ. പോസ്റ്റ് കോർപ്പ് എന്നാണ് കേട്ടോ. അതില് പി സ്റ്റാൻഡ്സ് ഫോർ ഓരോ ഇലമെന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇലമെന്റുകളാണ്. അപ്പൊ പോസ്റ്റ് കോർപ്പാണ്, കോഡ് അതാണ് കേട്ടോ. പി എന്താണ് ഉദ്ദേശിക്കുന്നത്? പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ് ആണ് കേട്ടോ. പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. ഓക്കെ, ദെൻ എന്താണ് ഓ? ഓ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഓർഗനൈസിങ്. ഓ എന്താണ്? ഓർഗനൈസിങ്. ദെൻ എസ് എന്താണ്? എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിംഗ്. എന്താണ്? സ്റ്റാഫിംഗ് ആണ് കേട്ടോ. അടുത്തതാണ് ഡി. ഡി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഡയറക്റ്റിംഗ്. എന്താണ്? ഡയറക്റ്റിംഗ്. അടുത്തത് സിഒ. അത് ഒരുമിച്ചെടുക്കണം കേട്ടോ. സിഒ സെപ്പറേറ്റ് ആയിട്ട് എടുക്കരുത്. സിഒ ഒരുമിച്ചെടുക്കാം. സിഒ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റിംഗ്. എന്താണ്? കോർഡിനേറ്റിംഗ്. സിഒ സെപ്പറേറ്റ് എടുക്കരുത് കേട്ടോ. സിഒ എന്നുള്ളത് ഒരുമിച്ചെടുക്കാം. കോർഡിനേറ്റിംഗ്. ദെൻ ആർ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടിംഗ്. ആർ ഫോർ റിപ്പോർട്ടിംഗ്. ആൻഡ് ലാസ്റ്റ് ബി ഫോർ ബഡ്ജറ്റിംഗ്. ബി ഫോർ ബഡ്ജറ്റിംഗ്. പഠിച്ചോ? പോസ്റ്റ് കോർപ്പ്, ബി ഫോർ പ്ലാനിങ്. ചിലപ്പോ അങ്ങനെ ചോദിക്കാം കേട്ടോ. അതിന് പോസ്റ്റ് കോർപ്പില് ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് ദിസ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്മിനിസ്ട്രേഷന്റെ എത്ര എലമെന്റ്സ് ആണത്? 1, 2, 3, 4, 5, 6, 7 എലമെന്റുകൾ കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഇനി ഇവ ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആസൂത്രണം ചെയ്യുക അല്ലെ. നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേഷന്റെ കാര്യമായാലും അല്ലാണ്ട് എന്ത് കാര്യങ്ങളായാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു പ്ലാൻ ചെയ്യും അല്ലെ. ഈ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കും. എങ്ങനെ അത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം. അപ്പൊ ഒരു തിങ്കിങ് മാത്രമാണ് അവിടെ നടക്കുന്നത്. വലിയ കാര്യമായിട്ട് എഴുതിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും മുന്നേ അതിന്റെ നമ്മൾ മനസ്സിൽ ആലോചിക്കില്ല അതെങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. അതൊരു പ്ലാനിങ് എന്ന് പറഞ്ഞൊരു തിങ്കിങ് പ്രോസസ് ആണ് അല്ലെ. നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, പ്ലാൻ ചെയ്യാണ്. അതെന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കുക, പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ്. കണ്ടോ? തിങ്കിങ് അബൌട്ട് the activities needed to gain a desired goal. അലൈൻ ചെയ്യുക കേട്ടോ. അതായത് നമുക്കൊരു ഡിസൈഡ് ഗോൾ, നമ്മുടെ ഒരു ലക്ഷ്യം, അത് ഗെയിൻ ചെയ്യാനായിട്ട്, നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ശരിക്കും എന്താണ്? നിയർലി ഇറ്റ് ഈസ് എ തിങ്കിങ് പ്രോസസ് ആണ് അല്ലെ. ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ ഐഡിയ, ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കും നമ്മുടെ മനസ്സിലാണെങ്കിൽ അങ്ങനെ അല്ലെ. അതായത് നമ്മളൊരു ഡിസൈഡ് ഗോള് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ദ ഡിസൈഡ് റിസൾട്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് അറ്റൈൻ ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ആദ്യത്തേതും ആത്യന്തികവുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ, നമ്മളിപ്പോ ലൈഫിലെ കാര്യം, എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും നമുക്ക് അല്ലെ. പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചിലപ്പോൾ നടന്നുകൊണ്ടില്ല എങ്കിലും എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും ആദ്യത്തേതും എന്നാൽ ഏറ്റവും എന്താ പറയാ ആത്യന്തികവുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മൾ തിങ്ക് ചെയ്തു, അതിനെ പറ്റി ചിന്തിച്ചു, നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓർഗനൈസിങ് ആണ് അല്ലെ. നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നടപ്പിലാക്കണം അല്ലെ. അതല്ലേ ആ പരിപാടി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. സംഘാടനം അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് coordinating and allocating a firm's resources in order to execute its plans. അപ്പൊ തുടക്കം നമ്മൾ പ്ലാൻ തയ്യാറാക്കി. ഇനി ആ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, ആ പ്ലാനിനെ നടപ്പിലാക്കുന്നതിന്
ആ ഒരു ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാത്തിനും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സംഘാടനം എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പ്ലാൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം, ആ ഓർഗനൈസേഷൻ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് അല്ലെ, എല്ലാ റിസോഴ്സുകളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണം അല്ലെ, കോർഡിനേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ റോളുകളിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസിങ് അഥവാ സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, it consists of developing a structure for people, positions, departments and activities within the firm. അപ്പൊ ഈ ഓർഗനൈസിങ് എന്ന് പറയുമ്പോ അതിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ ദ പീപ്പിൾ അല്ലെ, ആളുകൾക്കായിട്ട്, ആളുകൾ എന്ന് വെച്ചാൽ അവിടേക്ക് വേണ്ട റിസോഴ്സുകളാണ്, ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ, അവരുടെ ഒരു സ്ട്രക്ചർ, അവരുടെ പൊസിഷൻസ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകള്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഒരു സ്ട്രക്ചർ അതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെ. ഓക്കെ, ഒരു സ്ട്രക്ചർ, എന്തൊക്കെ റിസോഴ്സ്, ഇപ്പൊ പീപ്പിൾസ്, എന്തൊക്കെ പീപ്പിൾസ്, ഏതൊക്കെ ആളുകൾ വേണം, ഓരോ പൊസിഷൻസ് എന്തൊക്കെയാണ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടന നമ്മൾ അതിലൂടെ എന്ത് ചെയ്തിട്ട് രൂപപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സംഘടിപ്പിക്കുന്നുണ്ട് അല്ലെ, അതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു, ഇനി നമുക്ക് എന്ത് വേണം, അതിലേക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യണം അല്ലെ, അതാണ് എന്ത് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, സ്റ്റാഫിംഗ് ഈസ് the process of finding the right worker with the apt qualifications or experience and recruiting them to fill a job position or a role. എന്താണ് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള വർക്ക്, ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഉള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ടു ഫിൽ എ ജോബ് പൊസിഷൻ ആകുമ്പോൾ ഒരു പ്രത്യേക റോള് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക ജോബ് പൊസിഷനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഉള്ള ഒരു ശരിയായ വ്യക്തിയെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് ഡി എന്താണ്, ഡയറക്റ്റിംഗ്. ഡയറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, അതിനനുസരിച്ച് റിസോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്തു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി, സ്റ്റാഫിംഗ് വരെ തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എല്ലാമായി നമ്മുടെ കയ്യിൽ അല്ലെ, ഇനി എന്ത് ചെയ്യണം, ഇവരെ വെച്ച് നമ്മുടെ പ്രവർത്തനങ്ങള് നടത്തണം അല്ലെ, ഇവരെ വെച്ച് നമുക്ക് പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അതാണ് എന്ത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ മാനേജേഴ്സ് ഡയറക്റ്റ് guide and oversee the performance of the workers to attain the goals already determined. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ലക്ഷ്യങ്ങളെ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ അല്ല അവിടെയുള്ള വർക്കേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുക, അവർക്ക് വേണ്ട മേൽനോട്ടം വഹിക്കുക. ആരാത് ചെയ്യുന്നത്, മാനേജർമാർ അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അവര് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക അല്ലെ, അഡ്വൈസസ് കൊടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയം, ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് എലമെന്റിനെയാണ്, ഡയറക്റ്റിംഗിനെയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് ഏത് എലമെന്റ് ആണ്, ഡയറക്റ്റിംഗ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് എന്ന് പറയുമ്പോൾ പമ്പിങ് ഓർഗൻ ആണ് അല്ലെ, അയാളാണ് മെയിൻ ആള് അല്ലെ, പമ്പിങ് ഓർഗൻ ആണ്. നമ്മുടെ കാര്യങ്ങൾക്ക് ബ്ലഡ് വെസലുണ്ട്, ബ്ലഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവരെല്ലാം തന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന പമ്പിങ് ഓർഗൻ ആരാണ്, ഹാർട്ടാണ്. എന്നതുപോലെ തന്നെയല്ലേ ഡയറക്റ്റിംഗ്. അതായത് പ്ലാൻ തയ്യാറാക്കി ആളുകളെ തെരഞ്ഞെടുത്തു, സ്റ്റാഫിംഗ് നടത്തി, ആളുകളെ കണ്ടെത്തി, ഇവരെല്ലാവരെയും വെച്ച് ആ പമ്പ് നമുക്ക് ഓടിക്കണം, ആ പമ്പ് നമുക്ക് റൺ ചെയ്യണം അല്ലെ. അതാണ് ഡയറക്റ്റിംഗിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് എന്ത്, സിഒ. സിഒ എന്താണ്, കോർഡിനേറ്റിംഗ് ആണ്. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എല്ലാ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു, അത് സെറ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവരെല്ലാവരെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു പല വഴിക്ക് പോയി പ്രവർത്തിച്ച കാര്യമുണ്ടോ, ഇല്ല. ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തു, പക്ഷെ അവരെല്ലാവരും നമുക്ക് ഒരു കൊടുക്കലിൽ കൊണ്ടുവരണം അല്ലെ, അവരെല്ലാവരെയും നമുക്ക്
കോർഡിനേറ്റ് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ. അതാണ് ആ സ്റ്റെപ്പ്, കോർഡിനേറ്റ്. Coordination is the unification, integration, synchronization of the efforts of group members so as to give the unity of action in the pursuit of the common goals. അപ്പൊ നമുക്ക് ഈ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിനും അവരുടെ യൂണിഫിക്കേഷൻ, അവരുടെ ഏകോപനം അല്ലെങ്കിൽ അവരുടെ ഇന്റഗ്രേഷൻ, സമന്വയം, സിൻക്രണൈസേഷൻ ഓഫ് ദെയർ എഫർട്ട്, അവരുടെ എഫർട്ടുകൾ നമ്മൾ എന്തുകൊണ്ടുവരാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാണ്, സമന്വയിപ്പിച്ച് ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കോർഡിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതാണ് എന്ത്, റിപ്പോർട്ടിംഗ്. R4 എന്താണ്, റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം whereby relevant needed information is furnished to the management with the help of reports continuously. അപ്പൊ റിപ്പോർട്ടിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ നമുക്ക് ആരെ അറിയിക്കണം, ആരെ അറിയിക്കണം, മാനേജ്മെന്റിനെ അറിയിക്കണം അല്ലെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കണം അല്ലെ. എങ്ങനെയാ നമ്മൾ അറിയിക്കുന്നത്, റിപ്പോർട്ടിലൂടെയാണ്. അതാണ് അവിടെ പറയുന്നത്, തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തിലൂടെ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും ആരെ അറിയിക്കുകയാണ്, മാനേജ്മെന്റിനെ അറിയിക്കുന്ന ആ ഒരു ഫോർമൽ സിസ്റ്റം. ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഔപചാരികമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ്. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം, മാനേജ്മെന്റിന് വിവരങ്ങൾ അറിയിക്കണം. നമ്മൾ മാനേജ്മെന്റിന് ഒരു തോന്നിയ രീതിയിലാണോ അറിയിക്കുന്നത്, വെറുതെ വാക്കാൻ നമ്മൾ പറയാണോ, അല്ല. റിപ്പോർട്ടുകളിലൂടെയാണ് നമ്മൾ ആ വിവരങ്ങളെ ആരെ അറിയിക്കുന്നത്, മാനേജ്മെന്റിനെ അറിയിക്കുന്നത്. ഓക്കെ, അതാണ് റിപ്പോർട്ടിംഗ് കേട്ടോ. Thus, the report is the essence of any management reporting system. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എസൻസ് ആണ് കേട്ടോ, റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അല്ലെ. ഓക്കെ, റിപ്പോർട്ട്സ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. ഒരു തരത്തിലുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൂടെയാണ്, നമ്മൾ അവിടുത്തെ പ്രകടനം, അവിടുത്തെ പെർഫോമൻസിനെ ശരിക്കും പറഞ്ഞ് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയും കൂടെയാണ് റിപ്പോർട്ട് അല്ലെ. നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്, റിപ്പോർട്ടിങ്ങിലൂടെയാണ് നമ്മൾ ആ പെർഫോമൻസിനെ അളക്കുന്നത് അല്ലെ. ഓക്കെ, അല്ലാണ്ട് കണ്ടല്ലോ, നമ്മളത് കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു മാനേജ്മെന്റിന്റെ ആ ഒരു പെർഫോമൻസിന്, ആളുകളുടെ പെർഫോമൻസിന് നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതാണ് ഇത്, ബഡ്ജറ്റിംഗ് അല്ലെ. ബഡ്ജറ്റിംഗിൽ എന്താണ്, ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് ദ മണി അല്ലെ. അതായത് അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. ആ പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്ന, പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണം ചെലവാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പണം പല രീതിയിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെലവാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഒരു പണം ചെലവാക്കാം എന്നതിനെ പറ്റി ഒരു പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the spending plan is called a budget. അണ്ടർലൈൻ ചെയ്യാട്ടോ. ആ പ്ലാൻ തയ്യാറാക്കുന്ന പ്രോസസ്സിന് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന പ്ലാനിന് നമ്മൾ എന്താ പറയാ, ആ സ്പെൻഡിങ് പ്ലാനിന് നമ്മൾ ബഡ്ജറ്റ് എന്നാണ് പറയുക കേട്ടോ. സ്പെൻഡിങ് പ്ലാനിന് നമ്മൾ എന്താ പറയാ, ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മേക്കിംഗ് ദിസ് സ്പെൻഡിങ് പ്ലാൻ allows you to decide in advance whether you will have enough money to do the things you require to do or would like to do. അതായത് നമുക്ക് ഈ ബഡ്ജറ്റിങ്ങിലൂടെ, ഈ ഒരു സ്പെൻഡിങ് പ്ലാന് ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ആവശ്യകതയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളത് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം പണം ആവശ്യമായിട്ട് വരും എന്ന് മുൻകൂട്ടി കണക്കാക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ബഡ്ജറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ഇൻകം. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, വരുമാനത്തിന് ചെലവുകളുമായിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് അവിടെ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലല്ല അവിടെ ചിന്തിക്കുക. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വരുന്ന റവന്യൂ, അതിന്റെ എക്സ്പെൻസ്, ആ ഒരു റവന്യൂ എക്സ്പെൻസുകളിൽ പരസ്പരം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയുമാണ് അഡ്മിനിസ്ട്രേഷന്റെ 7 എലമെന്റ്സ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നു. പ്ലാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ തിങ്കിങ് പ്രോസസ് ആണ് കേട്ടോ, ചിന്തിക്കുന്നത് മാത്രമാണ്. ഓർഗനൈസിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ തയ്യാറാക്കിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് എല്ലാ റിസോഴ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്.
ഇനി അതിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാഫിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം റെഡിയാക്കി 3 സ്റ്റെപ്പും ഓക്കെ ആണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, അഡ്വൈസസ് കൊടുക്കുന്ന, അതിനുവേണ്ടി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്ന, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഒരുപോലെ യൂണിഫൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് കോർഡിനേറ്റിംഗ്. ഇനി നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങൾ ആരെ അറിയിക്കണം? മാനേജ്മെന്റിനെ അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? റിപ്പോർട്ടിലൂടെ അറിയിക്കണം, അല്ലെ? അതാണ് റിപ്പോർട്ടിംഗ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പണം എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന പ്ലാനിനെ നമ്മൾ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന റോളുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്? എന്തൊക്കെ റോളുകളിലാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ അത് 3 റോളുകളായിട്ടാണ് അവിടെ തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഇന്റർപേഴ്സണൽ റോൾസ്, മറ്റൊന്ന് ഇൻഫർമേഷണൽ റോൾസ്, മൂന്നാമത്തത് ഡിസിഷണൽ റോൾസ്. ഏതൊക്കെ റോളുകളാണ്? ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകള് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ നമ്മൾ വഹിക്കേണ്ട ചില റോളുകളുണ്ട്, അല്ലെ? അപ്പൊ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില റോളുകളുണ്ട്. അതാണ് എന്ത്? ഇന്റർപേഴ്സണൽ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊക്കെ എന്തൊക്കെ വരാം? ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഫിഗർ ഹെഡ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആളുകളുമായിട്ട് ഇടപെടുക, അല്ലെ? അതാണ് ഫിഗർ ഹെഡ്. ദാറ്റ് മീൻസ് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു റെപ്രസെന്റേറ്റീവ്, പ്രതിനിധി എന്നുള്ള രീതിയിൽ എന്താണ് ആളുകളുമായിട്ട് ഇടപെടുക, അല്ലെ? ഫിഗർ ഹെഡ്. പിന്നെ ലീഡറാണ്. ലീഡർ റോളാണ്. കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് വേണ്ട എല്ലാവിധ മേൽനോട്ടം വഹിക്കണം, അല്ലെ? അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അവരെ സപ്പോർട്ട് ചെയ്ത്, അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും അല്ലെ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട റോളാണ്, അല്ലെ? അത് ലീഡറാണ്. ലീഡർ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുകൊണ്ടാണ്, അവരെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ ലീഡ് ചെയ്യുന്നത്, അല്ലെ? സോ ലീഡർ. പിന്നെ ലിസോൺ. ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻഷിപ്പ് ആണ്, ബന്ധമാണ്, അല്ലെ? മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? അപ്പൊ അതൊക്കെ ഇന്റർപേഴ്സണൽ റോളുകളല്ലേ? അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലും അവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ വഹിക്കേണ്ട റോളുകളാണ് ഫിഗർ ഹെഡ് റോള്, ലീഡർ റോള്, ലിസോൺ എന്ന് പറയും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇൻഫർമേഷണൽ റോൾസ്. ഇൻഫർമേഷൻ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു വ്യക്തി, അല്ലെ? വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുക, അതിനെ കൃത്യമായിട്ട് വിതരണം ചെയ്യുക, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോളും കൂടെ ആർക്ക് വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷന് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇൻഫർമേഷണൽ റോള്. മോണിറ്റർ, അതായത് നമ്മൾ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യാം. പിന്നെ ഡിസെമിനേറ്റർ. ഡിസെമിനേറ്റർ എന്ന് വെച്ചാൽ വിതരണം. നമ്മൾ ലഭിക്കുന്ന വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെ? ഡിസെമിനേറ്റർ ആണ്, വ്യാപിപ്പിക്കണം, വിതരണം നടത്തണം. അതുപോലെ ഹിസ് എ സ്പോക്സ് പേഴ്സൺ, ഒരു വക്താവ്, അല്ലെ? അതായത് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് വിതരണം ചെയ്ത് ഒരു ഹോസ്പിറ്റലിന്റെ വക്താവ് അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ട റോളും ആർക്ക് വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് വരുന്നുണ്ട്. അതാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഡിസിഷണൽ റോൾസുകളാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു റോള് വരുന്നുണ്ട്, അല്ലെ? ഡിസിഷണൽ റോൾസ്. അതായത് അതിനകത്ത് വരുന്നത് എന്റർപ്രണർ. എന്റർപ്രണർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സംരംഭകൻ എന്നൊക്കെ പറയും. ഇവിടെ ഉദ്ദേശിക്കുന്ന എന്റർപ്രണർ എന്താണ്? നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, പുതിയ പുതിയ ആശയങ്ങൾ. ഒരു സംരംഭകൻ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താ? നമ്മൾ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, അല്ലെ? അത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു റോളാണ് എന്റർപ്രണർ. അതുപോലെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവർ എന്നുള്ള റോളാണ്, അല്ലെ? അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേറ്റർ ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും വേണ്ട രീതിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ എന്താ പറയാ
റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ റോളുകളും കൈകാര്യം ചെയ്തതിനായിട്ടുള്ള എന്താ പറയുക സ്കില്ലുകളും എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ എല്ലാ റിസോഴ്സുകളും ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം, അല്ലെ? അപ്പൊ ക്ലിനിക്കൽ ടാസ്ക് ചെയ്യേണ്ട കഴിവുള്ള ഒരു വ്യക്തിയെയാണ് അവിടെ നിയമിക്കേണ്ടത്. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് ക്ലിനിക്കൽ ടാസ്ക് ചെയ്യാൻ വെച്ചാൽ ശരിയാകും ഇല്ല. അപ്പൊ ഓരോ റിസോഴ്സിനും എന്താണ് ഓരോ ടാസ്കുകൾ ചെയ്യാൻ കൃത്യമായിട്ട് യോഗ്യരായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൃത്യമായ സ്ഥലങ്ങളിൽ അലോക്കേറ്റ് ചെയ്യാം. അതൊക്കെ അവിടെ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ഡിസിഷന്റെ ഭാഗമാണല്ലോ. നല്ല കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന റോളുകൾ തന്നെയാണത്. അതുപോലെ നെഗോഷിയേറ്റർ ആണ്. നെഗോഷിയേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ആളുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാം. അപ്പൊ ആ ഒരു റോളുകളൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമ്മൾ മൂന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് വരുന്നത് സ്കിൽസ് നീഡഡ് ആണ് കേട്ടോ. എന്തൊക്കെ സ്കില്ലുകളാണ് ആവശ്യമായിട്ട് ഉള്ളത് കേട്ടോ? സ്കിൽസ് നീഡഡ്. അപ്പൊ ഇതെല്ലാവർക്കും ഉള്ള സ്കില്ലുകൾ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, അല്ലെ? ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്കില്ലുകളാണ് ആവശ്യമായിട്ടുള്ളത്? ഒന്ന്, അത് മൂന്നായിട്ടാണ് അവർ പറഞ്ഞത്. ഒന്ന് ടെക്നിക്കൽ സ്കില്ലുകൾ വേണം, പിന്നെ ഹ്യൂമൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, കൺസെപ്ച്വൽ സ്കിൽസും ഉണ്ടായിരിക്കും. എന്തൊക്കെ സ്കില്ലുകളാണ്? ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, കൺസെപ്ച്വൽ സ്കിൽസ്. ഓക്കെ, എന്താണ് ടെക്നിക്കൽ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസിനെ സ്പെസിഫിക് ഫീൽഡ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു സ്പെസിഫിക് ഫീൽഡിനെ പറ്റി കൃത്യമായിട്ടുള്ള നോളജും നല്ലൊരു എന്താ പറയാ എക്സ്പെർട്ടൈസ് എന്ന് വെച്ചാൽ അതിന് നല്ലൊരു പ്രാവീണ്യം, നല്ലൊരു എന്താ പറയാ നോളജും ഉണ്ടായിരിക്കുക. അതാണ് ടെക്നിക്കൽ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള കഴിവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ഫീൽഡ് ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്കില്ലുകൾ ഉൾപ്പെടെയുള്ള ഫുൾ നോളജ് അവിടെ നമ്മൾ പല സിസ്റ്റംസുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്കില്ലും നമുക്ക് ഉണ്ടാവണം, അതിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കണം, അതിൽ ഫുള്ളി എന്തായിരിക്കണം? എക്സ്പെർട്ട് ആണ്. അങ്ങനെ ഒരു ടെക്നിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഹ്യൂമൻ സ്കിൽസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു റോൾ പറഞ്ഞില്ലേ, ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഹ്യൂമൻ സ്കിൽസ്, അല്ലെ? ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കും. അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്, അല്ലെ? നമ്മളിപ്പോ എന്താ പറയാ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് പലരും പല ക്യാരക്ടറും പല രീതിയിലുള്ള ആളുകളായിരിക്കും, അല്ലെ? അപ്പൊ അവരെല്ലാവരുമായിട്ട് നമുക്ക് സഹകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരു എന്താ പറയാ ഒരു സ്ഥാപനത്തെ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഐസൊലേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള വലിയ വലിയ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടും നന്നായിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്ത് അവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കില്ലും ഉണ്ടായിരിക്കും. അതൊരു തരത്തിൽ എന്താണ്? ഇന്റർപേഴ്സണൽ സ്കില്ല് തന്നെയാണ്, അല്ലെ? മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്നതിനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞ സ്കില്ല് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഹ്യൂമൻ സ്കില്ല്, ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. ദെൻ വരുന്നത് കൺസെപ്ച്വൽ സ്കിൽസുകളാണ്, ആശയപരമായിട്ടുള്ള കഴിവുകളാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റേറ്റ് അബൌട്ട് ദ അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വിച്ച് കൺസേൺസ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സങ്കീർണമായിട്ടുള്ള ചില സാഹചര്യങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള അബ്സ്ട്രാക്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്താ പറയാ അമൂർത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കണ്ട് അറിയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? കോംപ്ലക്സ് സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ അതിനുള്ളൊരു കഴിവുണ്ടായിരിക്കും. കൺസെപ്ച്വൽ സ്കിൽസ് കേട്ടോ. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാവില്ല, അല്ലാതെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഭാവിയിൽ നിലവിലുള്ള കാര്യങ്ങളാവാം, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാനും അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെയുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നു. അതാണ് എന്ത്? കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും അവർ അളക്കുന്നുണ്ട്. നമ്മളായിട്ട് സംസാരിക്കുന്നതിലൂടെ നമ്മളോട് പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിലൂടെ ഈ പറയുന്ന സ്കില്ലുകളൊക്കെ അവർ എന്ത് ചെയ്യും? അളക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ റോളും അതുപോലെ തന്നെ സ്കില്ലുകളുമാണ് നമ്മളിവിടെ
കണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് വായിക്കാം. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. ഓക്കെ, അറിയാലോ, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നല്ലൊരു ഹോസ്പിറ്റൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടായിരിക്കും. നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത് ശരിക്കും പറഞ്ഞ അഡ്മിനിസ്ട്രേഷന്റെ കഴിവാണ്. നല്ല രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കും ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. നമ്മൾ നേരത്തെ റോള് പറഞ്ഞപ്പോ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവര് ഒരുപാട് ആളുകളുമായിട്ട് കോണ്ടാക്ട് വെക്കുന്ന ആളുകളാണ് അല്ലെ. ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, മെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാർ, എല്ലാവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമ്മൾ ആരെ പറ്റി പറഞ്ഞിരുന്നില്ല, പേഷ്യന്റിനെ പറ്റി പറഞ്ഞു. പക്ഷെ പറയുന്നത് ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, നേരിട്ട് പേഷ്യൻസുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന അങ്ങനെയും വരാറുണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. എല്ലാവർക്കും അല്ല, ചിലവർക്ക്. മെനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേബി ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോൺടാക്ട്. ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നേരിട്ട് പേഷ്യന്റുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്ക് വരാറില്ല. നേരിട്ട് പേഷ്യന്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് വരുന്ന റോളുകളും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടും ഉണ്ട്. They may have a variety of responsibilities like managing finances, ensuring the department meets regulatory needs, and hiring high quality staff. അങ്ങനെ പല വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഫിനാൻസസ് മാനേജ് ചെയ്യുക, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി നീഡ്സുകള് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ ഹൈ ക്വാളിറ്റി സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എല്ലാം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് റോള് വരുന്നുണ്ട്. ഓക്കെ, ദീസ് പ്രൊഫഷണൽസ് ക്യാൻ ഫൈൻഡ് work in a variety of healthcare organization which consist of hospitals, clinics, corporations and government agencies. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാലോ, ആ ജോലിക്ക് അതിൻ്റെതായ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിലെ, ക്ലിനിക്കുകള്, മറ്റ് എന്താ പറയാ, ഗവൺമെന്റ്, നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ ഇവർക്ക് ഈ പറയുന്ന പോലെ ജോലി കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ അത്രയും സാധ്യതയുള്ള ഒരു എന്താ പറയാ, ഒരു പ്രൊഫഷൻ ആയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? ഇനി നോക്കാം കേട്ടോ. Hospital administrators coordinate all departments within a healthcare facility to make sure that they function as they follow. സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തില് എസ് എ ഹോൾ, സിംഗിൾ വൺ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഓക്കെ, പിന്നെന്താണ്, their proficiency is needed to execute, plan, organize, direct and monitor the outcomes of medical and health services. അവരുടെ പ്രൊഫിഷ്യൻസി, അവരുടെ കഴിവ്, അവരുടെ പ്രാവീണ്യം എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിക്കോട്ടെ, പ്ലാൻ ചെയ്യാനായിക്കോട്ടെ, ഓർഗനൈസ് ചെയ്യാനായിക്കോട്ടെ, ഡയറക്ട് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സർവീസസ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും നല്ലൊരു ഔട്ട്കം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് അവരുടെ പ്രൊഫിഷ്യൻസി വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, though the role of a hospital administrator differs from one institution to the next, then the duties most often include. നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞല്ലോ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ വലിപ്പം, കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഹോസ്പിറ്റൽ മാത്രമല്ല, ക്ലിനിക്കുകൾ അല്ലെ, അല്ലെങ്കിൽ മറ്റു പല സ്ഥാപനങ്ങൾ, ആംബുലേറ്ററി കെയർ സെന്റർ, അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, ആർക്ക് റോള് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് റോള് വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ എവിടെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസുകൾ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സർവിങ് ആസ് എ കോണ്ടാക്ട് എമംഗ് കേട്ടോ. അതായത് ഡ്യൂട്ടീസ് മോസ്റ്റ് ഓഫ് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്നെന്താണ്, സർവിങ് ആസ് എ കോണ്ടാക്ട് എമംഗ് ഗവേണിംഗ് ബോഡീസ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്.
നേരത്തെ പറഞ്ഞതാണ്. ഗവേണിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകള്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡുകള്, അവർക്കിടയിലൊക്കെ ഒരു കോണ്ടാക്ട് വെക്കുക, അവർക്കിടയിലൊക്കെ ഒരു കണക്റ്റീവ് ലിങ്ക് ആയിട്ട് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ തന്നെ എന്താണ്, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അവരെ ഹയർ ചെയ്യുന്ന പ്രോസസ്സ്, ഡോക്ടർമാര്, നഴ്സുമാര്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാര്, അവരെയൊക്കെ വിലയിരുത്തുന്ന കാര്യങ്ങളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് റോള് വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബോർഡ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡയറക്ട് ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാം, ഡയറക്ട് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ ദ പേഷ്യന്റ് സർവീസസ്, ക്വാളിറ്റി അഷ്വറൻസ്, പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. ഇത് കൂടാതെ എന്താണ്, പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങള്, ക്വാളിറ്റി അഷ്വറൻസ്, പബ്ലിക് റിലേഷൻസ്, മറ്റ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകള്, പോളിസികളൊക്കെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. അതൊക്കെ മേൽനോട്ടം വഹിക്കാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് ദ പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ ദ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ, റിസർച്ച് ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഗവേഷണങ്ങൾക്ക്, അതുപോലെ പ്രിവെന്റീവ് മെഡിസിൻ, രോഗപ്രതിരോധം, നമുക്കറിയാം ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും പല വിധത്തിലുള്ള പ്രിവെന്റീവ് മെഡിസിൻസുകളും ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഗവേഷണങ്ങളിലൂടെയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾക്ക്, അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കുറെ കൂടെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. ഗവേഷണ പ്രവർത്തനങ്ങൾ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, മിക്ക ഹോസ്പിറ്റലുകളും പ്രൊമോട്ട് ചെയ്യാറുണ്ട് അല്ലെ. അതിന് നമുക്കറിയാം, പുതിയ പുതിയ ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ പുതുതായി പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ. ഇപ്പൊ രോഗപ്രതിരോധത്തിന്റെ കാര്യത്തിലായാലും പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ, വിപുലമാക്കുന്നതിനും അതിനെ വിപുലീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എന്താണ്, മേൽനോട്ടം വഹിക്കേണ്ടതും അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അത് തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ജസ്റ്റ് ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കംപ്ലീറ്റ് തിയറിയാണ് കേട്ടോ. തിയറിയാണ് ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ വരുന്നത്. ഈ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കറക്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. മിസ്, ആ കോഡ് പറഞ്ഞ എന്തായിരുന്നു മിസ്? പോസ്റ്റ് കോർബ് കേട്ടോ. പോസ്റ്റ് കോർബ് അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. POSTCORB പോസ്റ്റ് കോർബ്. ഓക്കെ ഓക്കെ. Planning, O for organizing, S for staffing, D for directing, CO ഒരുമിച്ചെടുക്കണം കേട്ടോ. CO ഒരുമിച്ചെടുക്കാം. കോർഡിനേറ്റിംഗ് ഇതാണ് CO കേട്ടോ. R for reporting, B for budget. പോസ്റ്റ് കോർബ് കേട്ടോ. ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.